ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ജോബ് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അപ്പോഴാണ് ഇതാരാണ് സ്ക്രീൻ ഷെയർ ചെയ്യല്ലേ പ്ലീസ്, അതൊന്ന് റിമൂവ് ചെയ്യാമോ? ഞാൻ സ്റ്റോപ്പ്. ഇതാരാണ് സ്ക്രീൻ ഷെയർ ചെയ്തത് ഇപ്പോ? ഓക്കെ. അപ്പോ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിലോട്ട് വന്നത് അല്ലേ? അതെ മാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ക്ലാസ്സിലൂടെ കരിയറിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് ഇതില്. ഇപ്പൊ കരിയർ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഓഫർ ലെറ്റർ കിട്ടിയ ഒരു കുട്ടി ഷഹാന എന്ന് പറഞ്ഞിട്ട്, ഈ ബാച്ചിലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം 1.5 വർഷമായിട്ട് ആ കുട്ടി കരിയറിൽ സ്റ്റക്ക് ആയിരുന്നു. അപ്പോ ഓക്കെ, താങ്ക് യു ദിവ്യ. താങ്ക് യു മാം. ഇനി ബാക്കി അടുത്ത പരിചയപ്പെടാം അല്ലേ? അല്ലെ പരിചയപ്പെടൽ മാത്രമായി പോകും നമ്മള്. ഹായ് സോയ മാം, സുഖാണോ? സുഖാണ്. ഓക്കെ. സോയ മാം, സോയ മാമിനെ കണ്ടുകൊണ്ട് ഞാൻ മാമിന്റെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സോയ മാമിന്റെ മോളാണ് എൻ്റെ പേഴ്സണൽ സെഷനിൽ ആദ്യം വന്നത്. അപ്പോൾ മോളിലൂടെ മാമും ക്ലാസ്സിലോട്ട് വന്നു. അപ്പോൾ മാമിന്റെ സക്സസ് സ്റ്റോറി കഴിഞ്ഞൊരു ബാച്ചിൽ ലാസ്റ്റ് റിവീൽ ചെയ്യുണ്ടായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഗൂസ് ബംസ് വന്നു അത് കേട്ടിട്ട്. അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയാണ്. സോയ മാമിനെ ഞാൻ പിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാണ് സോയ മാം. സോയ മാമിന് വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ അത്. ഓക്കെ. അപ്പോ എല്ലാരും കാണുന്നുണ്ടോ മാമിനെ? ഇല്ല, പിൻ ചെയ്ത് സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ മാം മെയ് ബാച്ചിലാണ് വന്നത്. ഇപ്പൊ മാം അങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് എപ്പോഴും സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഞാൻ കൊടുക്കുന്ന എല്ലാ പ്രാക്ടീസും കറക്റ്റ് ചെയ്യായിരുന്നു. ഡെയിലി ക്ലാസ്സിൽ വരുമായിരുന്നു, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പോൾ മാം ലാസ്റ്റ് ഡേ പറഞ്ഞത്, അതായത് 14th ഡേ ആണ് സക്സസ് സ്റ്റോറി റിവീൽ ചെയ്തത്. അതായത് ഡേ 2, ഡേ 3 മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ മാമിനൊരു മാറ്റം സംഭവിച്ചു ബോഡിയിൽ. അതായത് മാം 2013 ഓപ്പൺ ഹാർട്ട് സർജറി വിത്ത് വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്തതാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ വാൽവ് റീപ്ലേസ്മെന്റ്? അപ്പോൾ അത് മാം ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വാൽവിന്റെ റിതം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ 2013-14 ആയപ്പം പെട്ടെന്ന് ആ റിതം സ്റ്റോപ്പ് ചെയ്തു, ആ സൗണ്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്രേ, ഇനി 10 വർഷമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. 10ാമത്തെ വർഷം നിങ്ങളുടെ ഹാർട്ട് റീ ഓപ്പൺ ചെയ്തിട്ട് വാൽവ് ഒന്നുകൂടെ റീപ്ലേസ്മെന്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് റീ ഓപ്പൺ ചെയ്യാൻ വാളറ്റോ കാര്യങ്ങളോ ഒന്നല്ല, നമ്മളെ ഹാർട്ടാണ്, നമ്മളെ ഓർഗനാണ് അല്ലേ? അപ്പോൾ മാം അതിൻ്റെയൊക്കെ ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ വരുന്നത് 2025 ഇപ്പോഴാണ്. അപ്പോൾ അതിന് ഇടയ്ക്കൊക്കെ മാമിന് ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ക്യാൻസൽ. അപ്പം ക്ലാസ്സിൽ വന്നിട്ട് സെക്കൻഡ് ഡേയോ മെഡിറ്റേഷൻ്റെ ടൈമിൽ മാമിന് പെട്ടെന്ന് ഇവിടെ ഒരു ലൈറ്റ് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. ഒരു വെളിച്ചം, ഒരു ലൈറ്റ് പെട്ടെന്ന് ഇവിടെ ഫീൽ ചെയ്തു. പിന്നെ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന് 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് അന്ന് 2013 നഷ്ടപ്പെട്ട ആ ഒരു ഹാർട്ട് റിതം, ആ ഒരു ശബ്ദം മാമിന് തിരിച്ചു കിട്ടി അന്ന് മെഡിറ്റേഷന് ശേഷം. അപ്പോൾ അന്ന് ഹൈ ഫീവർ ആണ് മാമിന് അല്ല, രാത്രി ഹൈ ഫീവർ വന്നു, പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചർ കൂടി. അപ്പോൾ ഈ ശബ്ദം പെട്ടെന്ന് കേട്ടപ്പോൾ മാമിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ആരോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുകയില്ല. അപ്പം മാം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാത്രി അത് വീഡിയോ എടുത്ത് വെച്ചു, സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു, ഹാർട്ട് റിതം. എന്നിട്ട് ഹസ്ബൻഡിനെ കാണിച്ചു. എന്നിട്ട് നമ്മളെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം എക്കോ എടുക്കാൻ പോയി മാം. എക്കോ എടുക്കാൻ പോയപ്പോൾ അതിൽ റിസൾട്ട് വന്നു. ഡോക്ടർ പറഞ്ഞത് ഇനി സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പേര് തിങ്ക് ചെയ്യുന്നു വാവ് എന്ന് ഫീൽ ചെയ്യുന്നു? എത്ര പേർക്ക് ഫീൽ ചെയ്യുന്നു? കമന്റ് ചെയ്യൂ. അപ്പൊ നമുക്ക് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു അത് കേട്ടിട്ട്. ക്ലാസ്സിൽ എല്ലാവർക്കും ഗൂസ് ബംസ് വന്നു അത് കേട്ടിട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ തന്നെ ഏറ്റവും വലിയൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു. മണി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ, റിലേഷൻഷിപ്പ് ഒരുപാട് ആൾക്കാർ ഹീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ സക്സസ് സ്റ്റോറിയാണ് ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളത് അല്ലേ? അപ്പോൾ അത് എനിക്ക് എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ പറഞ്ഞതാണ്. ഓക്കെ, ശരിയല്ലേ സോയ മാം? ഇനി സോയ മാമിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോളൂ.
എല്ലാം കറക്റ്റാ പറഞ്ഞത്. ആണ് ഒരു പറഞ്ഞത്. കുഴപ്പമില്ല, ഹാപ്പിയാണ്, ഫുൾ ഹാപ്പിയാണ്. അതെ. ഓക്കെ, താങ്ക് യു മാം. മാം കുറച്ച് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ മാമിന് വിളിക്കാത്തത്. കാരണം മാം കുറച്ചൊരു ഷൈ ആണ്, അതാണ്. പക്ഷെ കഴിഞ്ഞ ബാച്ചിൽ ലാസ്റ്റ് തൊട്ട് നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവരെന്താ ഈ ക്ലാസ് ഒന്നും പറഞ്ഞിട്ട് മറ്റുള്ളവർ സക്സസ് സ്റ്റോറി പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്നില്ല അല്ലെ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പോൾ ഈ ക്ലാസ് എന്നുള്ളത് ജസ്റ്റ് നോളജ് തരിക എന്നുള്ളത് മാത്രമല്ല. നിങ്ങൾ ഇതുവരെ സ്കൂൾ ടൈമിലാണെങ്കിലും നിങ്ങൾ കരിയർ സംബന്ധമായിട്ടുള്ള കോഴ്സുകളാണെങ്കിലും വേറെ ക്ലാസ്സുകളാണെങ്കിലൊക്കെ വന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും, പോകും അല്ലേ? ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഫോൺ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ശരിയല്ലേ? ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോളജ് കളക്ട് ചെയ്യുക എന്നുള്ളതല്ല, സ്കിൽ ഡെവലപ്പിംഗ് ക്ലാസ് ആണ്. വിനീത് എന്താണ് മസിൽ പിടിച്ചിരിക്കുന്നത്? ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. സ്മൈൽ ചെയ്യൂ. നമ്മുടെ ക്ലാസ്സിൽ ആരും ഭയങ്കര ഇതായിട്ടിരിക്കരുത്. നിങ്ങൾ ഷോൾഡർ ഡൗൺ ചെയ്യുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പറ്റുമെങ്കിൽ ക്ലാസ് കഴിയുന്നത് വരെ ഫേക്ക് സ്മൈൽ കീപ്പ് ചെയ്യുക. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാ സ്മൈൽ ചെയ്യുന്നത്? കാരണം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാത്ത ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പം അതിനൊരു എക്സസൈസും ആവും. അതുകൂടാതെ നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും. നമ്മൾ കുറച്ചും കൂടെ എന്താവും, ബോഡി ഒന്ന് ഹാപ്പിനെസ് ഫ്രീക്വൻസിയിലോട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് മോഡിലോട്ട് പോകും. കാരണം അതൊക്കെ അനുഭവിച്ചിട്ട് ചിരിച്ചിട്ട് വർഷങ്ങളായ ആൾക്കാരുണ്ടാവും ഇതിൽ. ശരിയല്ലേ? എത്രയോ വർഷമായി ചിരിച്ചിട്ട് മാം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മസിൽസ് വർക്ക് ആവുകയും ചെയ്യും, നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുകയും ചെയ്യും, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും, മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ച് വരികയും ചെയ്യും. അത് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 9 മണിക്ക് മുന്നേ ഉള്ള നിങ്ങളാണോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ സ്കിൽ ഡെവലപ്പിംഗ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ വരുമ്പോൾ എപ്പോഴും നോട്ട്ബുക്കും പെന്നും കയ്യിൽ വേണം. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ എഴുതിയെടുത്തിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യണം. അവരെന്തോ പറയുന്നു അവിടുന്ന് പറഞ്ഞോട്ടെ, അങ്ങനെയല്ല. നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഇതിൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് വന്നവരാണ്, എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പം ഇത് മൂന്നും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. വെറുതെ ബാക്കിയുള്ള ക്ലാസ് പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിട്ട് പോവരുത്. എനിക്ക് റിസൾട്ട് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്യല്ലേ എല്ലാവരും? ഞാൻ ഒറ്റയ്ക്കല്ല ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്, നിങ്ങളും ഞാനും കൂടിയാണ് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് എനിക്ക് വേണം. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും. വീണ്ടും സ്മൈൽ പോയല്ലോ എല്ലാവർക്കും. സ്മൈൽ സ്മൈൽ സ്മൈൽ. ഓക്കെ, ഞാൻ എല്ലാവരും ഒന്ന് നോക്കട്ടെ. എല്ലാ പേജിലും ആൾക്കാരൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ, സ്മൈൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഹായ് തേജസ്, ഹായ് അനൂപ് സാർ. അനൂപ് സാറിനെ കഴിഞ്ഞ മാസം കണ്ടില്ല അല്ലേ? ഓക്കെ, ഹായ് സജിത, നീതുമോൾ. കാരണം എനിക്ക് എല്ലാവരും ഇതിൽ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണണം. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് കാണണം. ആസ് യൂഷ്വൽ ലാസ്റ്റിൽ കുറച്ച് പേജസ് ഇൻട്രോവേർട്ട് ആയ ആൾക്കാരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ലാസ്റ്റ് 2-3 പേജസ് പോവാം. അവരൊക്കെ ഇൻട്രോവേർട്ട് ആയ ആൾക്കാരെ കുറച്ച് വീഡിയോ ഓൺ ചെയ്യാനൊക്കെ ഷൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ശരിയാണല്ലേ അശ്വിനി? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഉള്ള വേർഡ് അല്ലെ ആ പ്രോസസ്സ് ഇതിനു മുന്നേ കേട്ട ആരെങ്കിലും ഉണ്ടോ? ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ട്. റിസൾട്ട് കിട്ടിയ എത്ര പേരുണ്ട്? പുതിയ ആൾക്കാർ റിസൾട്ട് കിട്ടിയ എത്ര പേരുണ്ട്? ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കൂടുതലും നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. കൂടുതൽ ആൾക്കാരും ചോദിക്കാറുള്ളത് മാം ഇത് മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്നതിലുപരി ഇത് മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ് മാത്രമല്ല, ആ ഒരു മാനിഫെസ്റ്റേഷന് നിങ്ങളെ ഡിസേർവിംഗ് ആക്കി മാറ്റുന്ന ഒരു ക്ലാസ് ആണ്. നമുക്ക് വെറുതെ അഫർമേഷൻ പറയാൻ പറ്റും, കുറേ ടെക്നിക്സ് ചെയ്യാൻ പറ്റും. 24 hours കൊണ്ട് ഇത്ര എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ എവിടെയും വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനങ്ങനെ 24 hours കൊണ്ട് 1 lakh ഒന്നും ഞാൻ ആദ്യ ബിഗിനിങ് സ്റ്റേജ് ഒന്നും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞ് അങ്ങനെയാണ് ചെയ്തത്. ഒരു ദിവസം കൊണ്ട് ഒരു പ്രാക്ടീസും ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് ഇത്രയും എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് നമ്മൾ ഡിസേർവിങ് ആയി കഴിഞ്ഞാൽ പ്രാക്ടീസ് അത്രയും ചെയ്ത് 2-3 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. കാരണം നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, നിങ്ങളെ അതിന് ഡിസേർവിങ് ആക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ഡീക്ലട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ചെറുപ്പം തൊട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടായ ഇമോഷൻസ്, എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ചുറ്റും നടന്ന കാര്യങ്ങളെല്ലാം മൈൻഡിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ പണ്ട് നടന്നതല്ലേ, ഇതൊക്കെ ആരും ഓർക്കാനാ, ഞാനതൊക്കെ മറന്നു, അല്ലേ? ശരിയല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ മറന്നാലും, കോൺഷ്യസ് മൈൻഡ് മറന്നാലും, സബ് കോൺഷ്യസ് മൈൻഡ് മറക്കുകയില്ല. ഓരോ ഇൻസിഡൻറ്റും ഇമേജിൻ്റെ രൂപത്തിലും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്താണ്? ഇമേജ്, ഇമോഷൻസ്, എക്സ്പീരിയൻസ്. മൈൻഡിൻ്റെ ഭാഷ എന്താണ്? ഇമേജ്, ഇമോഷൻസ്, എക്സ്പീരിയൻസ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് എന്താണ് വേണ്ടത്? നോളജ്. കോൺഷ്യസ് മൈൻഡിന് നോളജും, സബ് കോൺഷ്യസ് മൈൻഡാണ് ഇമോഷണൽ മൈൻഡ്. ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഈ ലോജിക്കൽ മൈൻഡും ഈ ഇമോഷണൽ മൈൻഡും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, കോമ്പറ്റീഷൻ വെക്കുന്ന സമയത്ത് ആരാ വിജയിക്കുക? ഒബ്വിയസ്ലി സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സേ വിജയിക്കുള്ളൂ. കാരണം ഉപബോധ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റാസ് ഉള്ളത്. അതായത് ചെറുപ്പം തൊട്ട് നമ്മൾ എന്താണെന്ന് ആകെ അറിയാവുന്ന ഒരാൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമുക്ക് നമ്മുടെ 5 വയസ്സിൽ എന്ത് നടന്നു, 6 വയസ്സിൽ എന്ത് നടന്നു, ടീനേജർ ആയിരിക്കുന്ന നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മളുടെ ഫാമിലി ലൈഫിൽ എന്ത് നടന്നു, നമ്മൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നം എന്താണ്, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുന്നത് എന്താണ്, നമ്മളെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്, എല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. അപ്പോൾ ഈ കൊടുത്ത ഡാറ്റാസ് വെച്ചിട്ട് ഇപ്പം AI കാണുന്നില്ലേ നിങ്ങൾ? AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സെർച്ച് ഹിസ്റ്ററി അനുസരിച്ച് നമുക്ക് സജഷൻസ് വരും, അല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പം മിന്ത്രയിൽ നിങ്ങൾ ഡ്രസ്സ് കുറേ നോക്കി, സാരി നോക്കി, ഗേൾസ് ആണെങ്കിൽ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സാരിയുടെ കളക്ഷൻ വരും, അല്ലേ? ശരിയല്ലേ? അല്ലെ? സ്കിൻ കെയർ നോക്കി, എവിടെ പോയാലും സ്കിൻ കെയർ നമ്മൾ പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന നമുക്കൊരു പെർട്ടിക്കുലർ ഇമോഷൻ ഉണ്ടാവും, നമ്മൾ പണ്ട് തൊട്ടേ കൊടുക്കുന്ന എന്തായിരിക്കും? ചിലപ്പം ടെൻഷൻ ആയിരിക്കും, ഫിയർ ആയിരിക്കും, ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പം എന്താണ് ഡെസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ ഇമോഷൻ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയും ഒരു രീതിയിൽ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. നമ്മുടെ ബോഡിയും ഉപബോധ മനസ്സാണ്. ബോഡിയിൽ നമ്മൾ ഒരുപാട് ഫീലിങ്സ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഫീലിങ്സ്, ഇമോഷൻസ് എന്ന് പറയുന്നത് ബോഡിയുടെ ആണ്. തോട്ട്സ് എന്ന് പറയുന്നത്, ചിന്തകൾ ആരുടെയാണ്? മൈൻഡിൻ്റെ ആണ്. ഓക്കെ, അപ്പം ഫീലിങ്സ് നമ്മൾ ബോഡിയിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് പോലെ ചിന്തകൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ഈ ഡാറ്റാസ് ഇവിടെ ഉള്ളിടത്തോളം കാലം AI എങ്ങനെ നമുക്ക് സജഷൻസ് തരുന്നു, അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് സജഷൻസ് അല്ല തരുന്നത്, റിയാലിറ്റിയിലോട്ട് എത്തിക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് ലൈഫ് മടുത്തു, അവർ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, എൻ്റെ ഫ്രണ്ട് കാരണമാണ് ഇങ്ങനെ ആയത്, എൻ്റെ അച്ഛൻ എന്നെ ആ കോഴ്സിന് വിടാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്, അല്ലെ എൻ്റെ അമ്മ എനിക്ക് കുറച്ചും കൂടെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഇന്ന് ഈ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു, അല്ലേ? അപ്പം അവരെയും ഇവരെയും മറ്റവരെയും ഒക്കെ നമ്മൾ പഴിചാരിക്കൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അതിലൂടെ നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, കരയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും കരയേണ്ട സിറ്റുവേഷൻസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ തോട്ട്സും ഇമോഷൻസും പാസ്റ്റ് എക്സ്പീരിയൻസും വെച്ചിട്ട് അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ആ സിറ്റുവേഷൻ. ക്ലിയർ ആയോ? എപ്പോഴും ടെൻഷൻ, നിങ്ങളുടെ ഐഡന്റിറ്റി പറയും, ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്, അല്ലേ? മറ്റുള്ളവരോട് പറയും. ഐ ആം എന്ന് പറഞ്ഞിട്ട് വരുന്നതൊക്കെ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഒരു മിനിറ്റ്.
ഐ എം എ ലേസി പേഴ്സൺ എന്ന് പറയണം. ഞാനൊരു മടിയനാണ്, അല്ലെങ്കിൽ മടിച്ചാണ്. ഐ ആം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഐഡന്റിറ്റി ആയി. ഐ ആം എ ഫൂൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഐഡന്റിറ്റിയാ. ക്യാൻസൽ ക്യാൻസൽ. അപ്പം ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ നാളത്തെ ഐഡന്റിറ്റി ആവേണ്ടത്. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ഡിസൈഡ് ചെയ്യാം നാളെ നിങ്ങൾ എങ്ങനെ ആവണം, ഏത് ലൈഫ് ലീഡ് ചെയ്യണം, ഏത് തരം ഫ്രണ്ട്സ് വേണം, നിങ്ങളുടെ പേരൻസ് നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളെ ലൈഫ് പാർട്ട്ണർ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണോ, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളിപ്പോൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പൈസ വാങ്ങിച്ച് ചീറ്റ് ചെയ്യുന്നു, നമ്മളെ നല്ല രീതിയിൽ നമ്മളെ സ്വന്തം എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ നാളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നു. ഈ ചീറ്റിംഗ് പാറ്റേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്കൂൾ ടൈം തൊട്ട് കോളേജ് ടൈമിൽ കല്യാണം കഴിഞ്ഞിട്ട് അതൊരു പാറ്റേൺ ആണ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചത് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നാളെ എന്താവണം എന്നുള്ളത് ഇന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ മാത്രം, വെറുതെ ഞാൻ നാളെ അതാവാന്നും പറഞ്ഞ് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ നാളെ അതാവും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി എന്താവും? അതാവോ? ഇല്ല. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരു റിസൾട്ടും കിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലവർ പറയും നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ നമുക്ക് എല്ലാം കിട്ടും, ശരിയാണ്. പക്ഷേ അവിടെ ഫീൽ ചെയ്യണം, അതായി എന്ന് കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യണം. ആ രീതിയിലുള്ള ചിന്തകൾ നമ്മൾ കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ ബിലീവ് ചെയ്യണം, നമ്മൾ ആയി എന്നുള്ളത് ബിലീവ് ചെയ്യണം. അതിന് എന്ത് പറ്റി, എന്താ ശരിക്കുന്നത്? ഒന്നുമില്ല. ഓക്കെ, ബിലീവ് ചെയ്യണം. അതുപോലെ അതിനു വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കണം. ആക്ഷൻ എടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഡെയിലി ഇപ്പോൾ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ജിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇന്ന് മല മറിക്കുന്നു പറഞ്ഞ് ജിമ്മിൽ പോന്നു. ജിമ്മിൽ പോയിട്ട് ഞാൻ അവിടെ ഒരാൾ ട്രെഡ്മില്ലിൽ ഓടുന്നത് കണ്ട് രസിക്കുന്നു. അവിടെ ഓർബിറ്റ് ട്രാക്കിൽ എക്സസൈസ് ചെയ്യുന്ന കാണുന്നു, വെയിറ്റ് ലിഫ്റ്റിംഗ് കാണുന്നു, എല്ലാം കണ്ട് ഞാൻ ആസ്വദിച്ച് വീട്ടിലോട്ട് വരുന്നു. ഞാൻ അങ്ങനെ 14 ദിവസം ജിമ്മിൽ പോയി തിരിച്ചു വരികയാണ്. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? എനിക്ക് എല്ലാം അറിയാം, എല്ലാ എക്യുപ്മെന്റ്സും എങ്ങനെ യൂസ് ചെയ്യണം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ എനിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നില്ല. മറ്റുള്ളവരെ ഗ്രോത്ത് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഫിസിക്കലി എല്ലാവരും എന്താ ചെയ്യാണ്? നമ്മളെ പുറം ഭാഗം ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും ചിലപ്പം എന്നെപ്പോലെ ലിപ്സ്റ്റിക് ഇട്ടിട്ടും മേക്കപ്പ് ചെയ്തിട്ടും പിന്നെ നല്ല ഡ്രസ്സ് വാങ്ങിച്ചിട്ടും നമ്മൾ അട്രാക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഡീപ്പ് ഇൻസൈഡ് ക്ലിയർ ആണോ? ഉള്ളിൽ നോക്കുമ്പം എപ്പോഴും പ്രശ്നങ്ങളാണ് അല്ലേ? എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുക, ഓവർ തിങ്ക് ചെയ്യുക, ഉറക്കം ഉണ്ടാവില്ല, ഡിപ്രസ്ഡ് ആണ്, ക്യാൻസൽ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ജിമ്മിൽ പോകും. ചിലപ്പോൾ ഡയറ്റ് ചെയ്യും, പ്രോട്ടീൻ ഡയറ്റ്, എഗ് ഡയറ്റ് അല്ലേ, അങ്ങനെയുള്ള ഒരു ഡയറ്റ് ചെയ്യും. ഡയറ്റ് ചെയ്തിട്ട് ബോഡിക്ക് വേണ്ടിയിട്ട് അല്ലേ? മൈൻഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മൈൻഡിനാണ്, എന്നിട്ടാണ് ബോഡിയിലോട്ട് വരുന്നത്. രണ്ടും വേണം നമുക്ക്. പക്ഷെ മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ലൈഫിൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അടുത്ത നിമിഷം എന്ത് ചെയ്യണം, അടുത്ത നിമിഷം നമ്മൾ പിന്നെ പഠിക്കണോ അല്ലെ ഫോൺ നോക്കണോ? ഇപ്പം ഒരേ കാര്യമാണ് എല്ലാവരും ചെയ്യുന്നത്, സ്ക്രോളിങ് അല്ലേ? അപ്പം അത് മൈൻഡിൻ്റെ കയ്യിലാണ്. നമ്മളെ അങ്ങനെ അഡിക്ഷനിലോട്ട് കൊണ്ടെത്തിച്ചതും എന്താണ്? ഈ ഫേക്ക് ഡോപ്പമിൻ ഹിറ്റാണ്. എന്താണ്? സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഈ ഫേക്ക് ഡോപ്പമിൻ ഹിറ്റാണ് നമ്മൾ ഫോൺ അഡിക്ഷനിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും, ഇതിൽ കാണുന്ന എല്ലാവരും എന്താണ്? മനസ്സിൻ്റെ അടിമയാണ് അല്ലേ? ഇവിടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആവാനാണ്, മൈൻഡിൻ്റെ ഒരു പടി മേലെ. മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിയിലാവണം നിങ്ങളെ മൈൻഡ്. നിങ്ങൾ പറയുന്നത് മൈൻഡ് ചെയ്യണം, നിങ്ങൾ പറയുന്നത് മൈൻഡ് കേൾക്കണം. നിങ്ങൾ എന്താണോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതുപോലെ ആക്ഷൻ എടുക്കാൻ പറ്റണം. അപ്പം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മൈൻഡിൻ്റെ മാസ്റ്റർ ആവുന്ന ഒരു ക്ലാസ് ആണിത്.
ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ PPT എടുത്തിട്ടൊന്നും ക്ലാസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാറില്ല. കാരണം ഞാൻ PPT കൊണ്ടുവന്നിട്ട് കുറേ സ്ലൈഡ് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ? എന്താ കാര്യമുള്ള? നിങ്ങൾ ആ പോയിന്റ്സ് ആ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കില്ല, എന്താ ഓരോന്ന് എഴുതുന്ന തിരക്കിലായിരിക്കും. ഇതാകുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ മൈൻഡിലോട്ടാണ് കയറുന്നത്. എന്തു പറ്റി സനൂജ? ഓക്കെ, ഞാനൊന്ന് എല്ലാവരും ഒന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ ആണോ ഇതുവരെ? യെസ് ഓർ നോ? യെസ്. ഒന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞ് യെസ് എന്നുള്ളത്. യെസ് Yes, 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 ma'am. yes. Yes, Yes. yes, ma'am. Okay. അപ്പോൾ പിന്നെ ഈ ക്ലാസ്സിലൂടെ വേറൊരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നത്, അതായത് ഇപ്പം ഇതിലുള്ള അധികം ആൾക്കാരും വിക്ടിംസ് ആയിരിക്കും. വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഹാപ്പി ആയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എന്നോട് ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്താലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. എൻ്റെ കഴിവിനെ അവർ അംഗീകരിച്ച് തരണം. അംഗീകരിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ബിഗ് സീറോ ആണ്. അല്ലെ മറ്റുള്ളവർ പറയാണ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ അത് ചെയ്ത തെറ്റായി, നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ മറ്റുള്ളവരുടെ വേർഡ്സ് ശരി എന്ന് വിചാരിച്ച് ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അല്ലെ എന്നോട് എൻ്റെ ബോസ് ഇങ്ങനെ സംസാരിക്കണം എപ്പോഴും, എനിക്കൊരു അപ്രീസിയേഷൻ എപ്പോഴും തരണം, അല്ലെ എനിക്കൊരു ഇമ്പോർട്ടൻസ് തരണം, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്നെ എപ്പോഴും തലയിൽ കൊണ്ട് നടക്കണം, അപ്പോഴേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കും. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും എനർജി ഉണ്ട്, നമ്മൾക്ക് ഉള്ളിൽ സോൾ ഉണ്ട്. എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എലൈവായിട്ടിരിക്കുന്നത്. ഈ ബോഡി എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്ന് പറയുന്ന ഈ ബോഡി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ഇത് നമ്മൾ ഈ ബോഡി നമ്മൾ സ്വീകരിച്ചു വന്നു, പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് എനർജിയാണ്, നമ്മുടെ ഉള്ളിലുള്ള എനർജിയാണ്. ഈ കാണുന്ന എല്ലാവരുടെ എനർജിയും സെയിം ആണ്. എല്ലാവരുടെ എനർജി എന്താണ്? അറ്റ് ദ എനർജി ലെവൽ വി ആർ വൺ. എവ്രിതിങ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് മേഡ് അപ്പ് ഓഫ് എനർജി അല്ലേ? അപ്പോൾ എല്ലാവരുടെ എനർജി ഒന്നാണ്. എന്താണ് വ്യത്യാസമുള്ളത്? വൈബ്രേഷൻ, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. മൈൻഡ്, Energy level ആണോ? വൈബ്രേഷൻ. വൈബ്രേഷൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വൈബ്രേഷൻ അതായത് ഫ്രീക്വൻസി. അവനും ഞാനും സെയിം വൈബാ അല്ലേ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇപ്പം അല്ല കുറച്ച് കാലമായിട്ടല്ലേ? അവനും ഞാനും സെയിം വൈബ്, സെറ്റ് അല്ലേ? അവളും ഞാനും സെയിം വൈബാണ്. ഈ വൈബ് സെയിം വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് നമ്മളെ കോളേജ് ടൈമിലൊക്കെ വേവ് ലെങ്ത് ആയിരുന്നു, ഇപ്പാണ് വൈബ് ആയത്. അപ്പോൾ വൈബ്, വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ലെവലിലാണ്. ഇപ്പോൾ കൊതിയും നുണയും പറയുന്ന, അല്ലെങ്കിൽ എപ്പോഴും പരദൂഷണം പറയുന്ന, എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെ ഗോസിപ്സ് പറയുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പെട്ടെന്ന് മാച്ച് ആവും. എന്താണ്? അവർ സെയിം വൈബാ. അതേസമയം ആശയങ്ങളെ പറ്റി സംസാരിക്കുന്നു, ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്നു, നല്ല നല്ല ഐഡിയാസ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് സെറ്റാവും അല്ലേ അനീഷ് സാർ? ഇപ്പം ഇതിൽ കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നേരെ മുന്നിൽ സാർ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സാറിനെ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് മാച്ച് ആവും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളുടെ എനർജി സെയിം ആണെങ്കിലും ഇതിലിരിക്കുന്ന ഓരോരുത്തരുടെ ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ സെയിമും ലോകത്തിലെ ഏറ്റവും ബില്യനെയർ, ട്രില്യനെയർ ആയിട്ടുള്ള ആൾക്കാരുടെ എനർജിയും സെയിം ആണ്. ഇലൺ മാസ്ക് ആണെങ്കിലും, ബിൽ ഗേറ്റ്സ് ആണെങ്കിലും, അമിതാഭ് ബച്ചൻ ആണെങ്കിലും, ഷാരൂഖ് ഖാൻ ആണെങ്കിലും, മോഹൻലാൽ ആണെങ്കിലും, എല്ലാവരുടെ എനർജിയും സെയിം ആണ്. പക്ഷേ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ? നമ്മളെപ്പോഴും ടെൻഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഓവർ തിങ്കിങ് ആണ്, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല ലൈഫിൽ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഇന്നത് എനിക്ക് നേടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസും വിൽ പവറും നമുക്കില്ല.
അപ്പം നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന എന്താണ്? ഏത് ഫ്രീക്വൻസിയിലാണ്? ഏത് ഫ്രീക്വൻസിയിലായിരിക്കും? ബിലോ 10, ബിലോ 20, ബിലോ 10 ഫ്രീക്വൻസിയിലാണ്. ഒരു മിനിറ്റ്. ബിലോ 10, ബിലോ 20 ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലാസ്സിൽ പ്രാക്ടീസിലൂടെ നിങ്ങൾ എത്തിക്കുന്നത് ഈ ബിലോ 10-ൽ നിന്നും എബവ് 300 ഫ്രീക്വൻസിയിലോട്ട് നിങ്ങൾ വൈബ്രേറ്റ് ആവും. ക്ലിയർ ആയോ? ബിലോ 10-ൽ നിന്നും ജമ്പ് ചെയ്ത് എബവ് 300 അല്ലെങ്കിൽ എബവ് 500 ഫ്രീക്വൻസിയിലോട്ടാണ് നിങ്ങളെ എത്തിക്കുന്നത് പ്രാക്ടീസിലൂടെ. അല്ലാതെ നിങ്ങൾ ഈ സക്സസ് സ്റ്റോറി കേട്ടിട്ട് ഇവിടെ മാജിക് ഒന്നുമല്ല നടക്കുന്നത്. സയൻസ് ആണ്, കംപ്ലീറ്റ് സയൻസ് ആണ് ഇവിടെ നടക്കുന്നത്, മാജിക് അല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാജിക്കേ അല്ല, സയൻസ് ആണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സ് എത്തിക്കുന്നതല്ല. എന്താണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിലോട്ട് വരികയാണ് ചെയ്യുക. അത് നോർമലൈസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ള വേസ്റ്റ് അവിടുന്ന് മാറ്റിയിട്ട് മാനിഫെസ്റ്റേഷനുള്ള സ്പേസ് കൊടുക്കണ്ടേ, അല്ലേ? അപ്പം ഈ നമ്മൾ പല പ്രാക്ടീസിലൂടെ നിങ്ങളെ 300 ആൻഡ് എബവ് 500 ആൻഡ് എബവ് ഫ്രീക്വൻസിയിലോട്ട് എത്തിച്ചിട്ട് അവിടെ എത്തി നിൽക്കുന്ന നിങ്ങളിലേക്ക് ഒരിക്കലും ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ വരില്ല. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ നിന്നും നഷ്ടപ്പെടും. ഇനി അവർ മറ്റുള്ളവരെ ചീറ്റ് ചെയ്താലും മറ്റുള്ളവരോട് നെഗറ്റീവായി ബിഹേവ് ചെയ്താലും നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇത് എങ്ങനെ അതിലെത്താം, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ആദ്യത്തെ ഒരു വൺ വീക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും എല്ലാവരും. ഇതെങ്ങനെ, ഹൗ, വെൻ, വേർ, കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, എവിടെ വെച്ച് നടക്കും. അപ്പം അതൊന്നും നിങ്ങളിപ്പോൾ ചോദിക്കണ്ട. നിങ്ങൾക്ക് ഇതിനുള്ളൊക്കെ ആൻസർ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. അതുകൊണ്ട് ആരും അത്രയും നിങ്ങൾക്ക് ഭയങ്കര ഡൗൺ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഈ ഒരു പ്രോസസ്സിന് ഏറ്റവും ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമ. ഓക്കെ, കമ്മിറ്റ് ചെയ്യുന്നില്ലേ എല്ലാവരും പേഷ്യൻ്റോടെ ഇരിക്കും, അല്ലേ? ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ഇപ്പൊ ഫ്രീക്വൻസിയുടെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ നമ്മൾ സംസാരിക്കുന്ന വേർഡ്സ്. എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഭയങ്കര ഡൗൺ ആയിരിക്കും. അവർ നമ്മളെടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ബോഡി നമ്മൾക്ക് സിഗ്നൽ തരും. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്തുള്ള കുട്ടി കരയാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് വീട്ടിൽ പിന്നെ പെറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യും? പിന്നെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും, കുരക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്ന പെറ്റ്സ് ഇല്ലേ? അപ്പം ആ പെറ്റ്സിനൊക്കെ പെട്ടെന്ന് ഫ്രീക്വൻസി മനസ്സിലാക്കാൻ പറ്റും. ഇവർ നെഗറ്റീവ് പേഴ്സൺ ആണെന്നുള്ളത് പെറ്റ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ മക്കൾക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡിയിൽ തന്നെ ഒരു മാറ്റം വരാൻ തുടങ്ങും. പെട്ടെന്ന് അവർ പോയി കഴിയുമ്പോൾ ഭയങ്കര ടയേർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഹെഡ് ഏക്ക് ഫീൽ ചെയ്യും. ചിലപ്പം ആ പറയുന്ന ആൾ നിങ്ങൾ തന്നെ ആയിരിക്കും. ചിലപ്പം നമ്മളിപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടാവും, അല്ല, നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട്, നിങ്ങൾ ആരെയും ഞാൻ ബ്ലെയിം ചെയ്യില്ല. ബിക്കോസ് നിങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ ഒരു കാലത്ത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരും ബ്ലെയിം ചെയ്യില്ല. നിങ്ങളുടെ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതിലേക്ക് എത്താൻ പറ്റും. എല്ലാവരും എന്ത് ചെയ്യുക? ക്ഷമയോടെ പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് 2 ദിവസം കൊണ്ട് റിസൾട്ട് വേണം എന്നുള്ളതല്ല. ആരോ ഒരാൾ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കൊണ്ട് 70 ലക്ഷം മാനിഫെസ്റ്റ് ചെയ്യണം എന്ന്. അതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. പ്രോസസ്സ് ചാനൽ ക്ലിയർ ചെയ്യുക. പ്രോസസ്സ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം തരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഇനി നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ശ്രദ്ധിക്കേണ്ടത്, സംസാരിക്കുന്ന വേർഡ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ക്യാൻസൽ എന്ന് പറയണം. എഴുതിയെടുത്തോളൂ. ക്യാൻസൽ. ഒരു തവണയല്ല, 2 തവണ പറയണം. അത് നിങ്ങളുടെ മൈൻഡിൽ പോയിട്ട് പ്രോഗ്രാംഡ് ആവുന്നത് ബ്ലോക്ക് ചെയ്യുന്നതാണിത്. ക്യാൻസൽ. ഇപ്പം ചിലവർ വന്നിട്ട് പറയും, അയ്യോ എടി എനിക്ക് വയ്യായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായിരുന്നു, അവിടെ ആ ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റ് ആയി. പിന്നെ ഹോസ്പിറ്റൽ കഥയുടെ പൂരായിരിക്കും. ക്യാൻസൽ. അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. മൈൻഡിൽ ക്യാൻസൽ പറഞ്ഞാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഓക്കെ,
ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം പറയുന്നുണ്ടാവും അല്ലേ, എനിക്ക് വയ്യ എനിക്ക് വയ്യ. അത് നമ്മുടെ ഐഡന്റിറ്റി ആവും. എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും, ഫേഷ്യൽ എക്സ്പ്രഷൻ മാറും അല്ലേ. ക്യാൻസൽ. അപ്പം നമ്മൾ ഓരോ ഇമോഷനും ഓരോ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ടയേർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോൾഡർ ഡൗൺ ആയിരിക്കും, ഹെഡ് ഡൗൺ ആയിരിക്കും. ഹാപ്പി എന്ന് പറയുമ്പോഴും ഷോൾഡർ ഓപ്പൺ ആയിരിക്കും, ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ മാറും. ശരിയല്ലേ? അപ്പോൾ എന്താണ്, നിങ്ങൾ വേർഡ്സ് ശ്രദ്ധിക്കുക. നെഗറ്റീവ് വേർഡ്സ് പറയുകയാണെങ്കിലോ ചിന്തിക്കുകയാണെങ്കിലോ പിന്നെ അതുപോലെ കേൾക്കുകയാണെങ്കിലോ ക്യാൻസൽ പറയുക. ഓടി രക്ഷപ്പെടാനൊക്കെ പറ്റും. നിങ്ങൾ ഫ്രീക്വൻസി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടോളും. നിങ്ങൾ അതിന് നിൽക്കണ്ട. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് റീഫ്രെയിം ചെയ്യാൻ പഠിക്കുക. തോട്ട്സിനെ റീഫ്രെയിം ചെയ്യുക. എങ്ങനെ? അതായത് ഇപ്പം ഇന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഇന്ന് ബാഡ് ലക്കാണ് എനിക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ശരിയല്ല എന്ന് ചിന്തിച്ചു എന്ന് വിചാരിച്ചോ. അപ്പം റീഫ്രെയിം ചെയ്യുക, ഇന്നത്തെ ഡേ ശരിയല്ല, പക്ഷെ നാളെ ഇതിലും സൂപ്പർ ആയിരിക്കും, നാളെ എന്തോ നല്ല കാര്യം വരാനുണ്ട്. ഓക്കെ. എപ്പോഴും പറയാം ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. ഓൾ ഈസ് വെൽ, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്. എല്ലാം നല്ലതിനാണ്. നമുക്ക് ചുറ്റും നടക്കുന്നതിന് ഭഗവത്ഗീതയിലാണെങ്കിലും ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്ത് നടക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചൈൽഡ്ഹുഡ് വളരെ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇതിൽ. നിങ്ങളെ പറ്റിച്ച് നിങ്ങളൊരു വഴിയായ ആൾക്കാരുണ്ടാവും. ഇപ്പം പേഴ്സണൽ സെഷനിൽ വരുന്ന ആൾക്കാർ പറയും, മാം എൻ്റെ ലൈഫ് പോലെ ഇത്രയും വേഴ്സ്റ്റായ ഒരാളുടെ ലൈഫ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറയും. ക്യാൻസൽ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ലൈഫ് ദൈവം തരുന്നതിന്, യൂണിവേഴ്സ് തരുന്നതിന്, ഈ ദൈവം എന്ന് ഞാൻ ഏതോ ഒരു റീലിൽ പറഞ്ഞിട്ട് അതിന് പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു കമൻറ്റ്. ദൈവം എന്ന് പറയുന്ന എനർജിയാണ് ഞാൻ ഉദ്ദേശിച്ചത്, സുപ്രീം പവർ. ഓക്കെ, യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലൈഫ് തരുന്നതിന് ഒരു റീസൺ ഉണ്ടാവും. നമ്മൾ എന്ത് സ്ട്രഗ്ലിംഗ് പീരീഡിലും നമ്മൾ എത്തി നിൽക്കുന്നത് സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ്. ഹു ആം ഐ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്ത് തീർക്കേണ്ടത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നല്ലൊരു കണക്ഷനിലേക്ക് എത്തും. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നാളെ തൊട്ട് കോൺഷ്യസ്ലി നിങ്ങളെ തോട്ട്സ് വാച്ച് ചെയ്യാൻ തുടങ്ങണം. എന്തൊക്കെയാണ്? മൂന്നാമതൊരാൾ വാച്ച് ചെയ്യുന്ന പോലെ തോട്ട്സും നിങ്ങളും തമ്മിലൊരു ഡിസ്റ്റൻസ് വേണം. ആ തോട്ട്സും ഇമോഷൻസും നിങ്ങളുടേതേ അല്ല, എവിടുന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു. അത് നിങ്ങൾ അതിൽ ഇമോഷൻസും ഫീലിങ്സും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടേതായി മാറും. ഒരു ഇമോഷൻസിൻ്റെ ഒരു ഇമോഷൻ, നമുക്കൊരു സങ്കടം വന്നു അല്ലെങ്കിൽ ടെൻഷൻ വന്നു, ഏതൊരു ഇമോഷൻ്റെയും ലൈഫ് സ്പാൻ അല്ലെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 90 സെക്കൻഡാണ്, 90 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ അത് 2 ആഴ്ച, 10 ദിവസം, 1 മാസം, 6 മാസം കൊണ്ട് നടക്കുമല്ലേ നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ട് നടക്കുന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തോട്ട്സ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടേയിരിക്കും. അയ്യോ എനിക്കിത് വന്നല്ലോ, എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, വൈ മീ ഗോഡ്, ഇങ്ങനെ ഒരുപാട് തോട്ട്സ് വരുമ്പം അതിന് കണക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ചെയിൻ പോലെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തോട്ട്സും ഇമോഷൻസും നല്ല സുഖിച്ച് വരുന്ന സമയത്ത് അത് പ്രോഗ്രാംഡ് ആവും. അപ്പം അത് എന്നെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബുദ്ധിപരമായിട്ട് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ആനിമൽസിന് കോൺഷ്യസ് മൈൻഡ് കൊടുത്തില്ല, ബുദ്ധി കൊടുത്തില്ല? ഓക്കെ, നമുക്ക് ആ ഒരു കഴിവ് തന്നു, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആനിമൽസിനെക്കാട്ടും ബുദ്ധിമുട്ടിയപ്പം ജീവിക്കുന്നല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ ഫൂളായി ഇനി നമ്മൾ ജീവിക്കരുത്. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക്, അല്ലെ ഏറ്റവും നമ്മളുടെ പൊട്ടൻഷ്യലിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറേ പ്രാക്ടീസസ് ചെയ്യണം. ഇപ്പം ഞാൻ ഘോരം കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നാളെ തൊട്ട് നിങ്ങൾ ഭയങ്കര സൂപ്പറാവും അല്ലെങ്കിൽ എല്ലാം മാറി അടിപൊളിയാവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാളെ തൊട്ട് മാറില്ല. ചെറിയ ആക്ഷൻ ഓരോ ദിവസം എടുത്ത് ഒരു 7 days കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 2 daysനുള്ളിൽ തന്നെ മാറ്റം വന്ന ആൾക്കാരുണ്ട്. 14 days ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി അടുത്ത ക്ലാസ് മൺഡേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ
നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് എഴുതിയെടുത്തോളൂ. അതിൽ ആദ്യത്തെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കുറേ പേർക്ക് അറിയാം, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലുള്ള മാറ്റങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാം അല്ലേ. അപ്പം ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും ജസ്റ്റ് ഞാൻ പോയിൻ്റായിട്ട് പറയാം. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും താങ്ക് യു, എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഗ്രേറ്റ്ഫുൾ ആവാനുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ തന്നെ DNA ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ എല്ലാ ബോഡി സെൽസും പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ ഭയങ്കര ടെൻഷനായിരിക്കുന്ന സമയത്ത് ക്യാൻസൽ ബിലോ 10 ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന നന്ദി. നിങ്ങൾ നന്ദി എക്സ്പ്രസ് ചെയ്യുക ഓരോ കാര്യത്തിനും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ കയ്യിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കയ്യിൽ നിൽക്കും. ഇപ്പം മണി ലോസ് എന്തുകൊണ്ടാണ് വരുന്നത്? കയ്യിലുള്ള മണിക്ക് ഗ്രേറ്റ്ഫുൾ അല്ല, ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാ അല്ലേ. ഇപ്പം കയ്യിലുള്ള പൈസ നഷ്ടപ്പെടുമോ ദൈവമേ, അല്ലെ ഇത് ചിലവാക്കി കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ള ആകുലതയും ആങ്സൈറ്റിയാണ് അല്ലേ. എന്നാൽ ഗ്രേറ്റ്ഫുൾ അല്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മണിക്ക് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ മണി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള നിങ്ങളെ ഹെൽത്തിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നല്ല ആരോഗ്യം വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഇപ്പോൾ ഉള്ള ജോബിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നല്ല ജോബ്, ഇതിനേക്കാൾ ബെറ്റർ ജോബ് നിങ്ങൾക്ക് വരും. ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ജോബ് നഷ്ടപ്പെടുകയും ചെയ്യും ഇവഞ്ച്വലി. ഇപ്പോൾ നിങ്ങൾക്കുള്ള കാറിൽ വീടിലൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല കാറ് വാങ്ങിക്കാനുള്ള അവസരം കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ ക്ലാസ്സിലൂടെ. അത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം. വരില്ലേ? ക്ലാസ് ബോറിംഗ് ആണോ? യെസ് ഓർ നോ? ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾ സഹിച്ചേ മതിയാവും. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് ഇതാണ്. നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എല്ലാവർക്കും ഇതുപോലുള്ള ഒരു ഡയറി, ഇത്ര ചെറുത് വേണമെന്നില്ല, സാധാരണ ഒരു നോട്ട്ബുക്ക് വാങ്ങി വെക്കണം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ വേറൊരു കാര്യം എഴുതരുത്, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ എഴുതാവുള്ളൂ. ഇന്ന് ഞാൻ ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ് തരുന്നത്, കാരണം ഇതുവരെ നമ്മൾ ആ രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ മൈ ബോഡി ആൻഡ് ഹെൽത്ത്. മൈ ബോഡി ആൻഡ് ഹെൽത്ത്, അതായത് നിങ്ങൾ നിങ്ങളെ ബോഡി അപ്രീഷിയേറ്റ് ചെയ്യുക, ഓരോ ഓർഗൻസിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഓരോ ഓർഗൻസിനും നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല. പുറത്തുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുന്ന കുറേ ഓർഗൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലേ. നമ്മളുടെ കൺട്രോളിലല്ല അത്. അതിന് നന്ദി പറയാറുണ്ട്. ഓരോ ഓർഗൻസിനും നന്ദി പറഞ്ഞാൽ ആ ഓരോ ഓർഗൻസും ഹെൽത്തി ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓർഗൻസിന് നന്ദി പറയാം, സെൻസസിന് നന്ദി പറയാം, നിങ്ങളുടെ സ്ട്രെങ്ത്തിന് നന്ദി പറയുക. സെൻറ്റൻസ് അവസാനിപ്പിക്കുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹെൽത്ത്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ബോഡി, അങ്ങനെയും പറയാം. അങ്ങനെ എഴുതാം. 10 എണ്ണം എഴുതണം, മിനിമം 10 എണ്ണം, 10 ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതണം. നോ, നിങ്ങളത് എഴുതണം, പറയുകയല്ല, എഴുതുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഓഡിയബിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? അല്ല, കുറേ പേര് ക്ലിയർ അല്ല, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ക്ലിയർ ആണ്? യെസ്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. I am so happy and grateful now that my all organs, internal and external organs working super good, perfect. അങ്ങനെ എഴുതാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം ചലഞ്ചസ് ഉള്ള ഏരിയ ഉണ്ടാവും അല്ലേ. ചിലവർക്ക് ഗട്ട് ചലഞ്ച് ഉണ്ടാവും അല്ലേ.
ചിലവർക്ക് തൈറോയിഡ് ആയിരിക്കും, ചിലവർക്ക് ഹാർട്ടിനായിരിക്കും, സ്കിന്നിനായിരിക്കും. ആ ചലഞ്ചസ് ഉള്ള ഏരിയക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം, എഴുതാം. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. അതും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും ഇപ്പം എൻ്റെ ഫീവർ മാറ്റി തന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ തലവേദന മാറ്റി തന്നതിന് നന്ദി എന്നൊന്നും പറയരുത്, എഴുതരുത്. പോസിറ്റീവ് തലവേദന അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, ഫീവർ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. നെഗറ്റീവ് വേർഡ് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഹെൽത്തി ആയിരിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക. ഓക്കെ. പിന്നെ ഇപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പം, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ടെൻസിൽ പ്രാർത്ഥിക്കരുത്. എക്സാമിന് ക്ലിയർ ആക്കി തരണേ, എൻ്റെ അസുഖം മാറ്റിത്തരണേ, എൻ്റെ കഷ്ടപ്പാട് മാറ്റിത്തരണേ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കും. അയ്യോ ദൈവമേ, എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കടമൊക്കെ മാറ്റി എനിക്ക് നല്ലൊരു ജീവിതം തരണേ, അല്ലേ? ക്യാൻസൽ. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിലും ആദ്യം ആരാണ് കേൾക്കുന്നത്? നമ്മളെ മൈൻഡ്, അല്ലേ? അപ്പം അത് പ്രോഗ്രാംഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഷ്ടപ്പാട് എന്നല്ല, ഞാൻ എപ്പോഴും അബൻഡൻസിലും പ്രോസ്പെരിറ്റിയിലും ജീവിക്കുന്നതിന് നന്ദി എന്ന് പറയണം. എന്താണ് നിങ്ങളുടെ ഡൗട്ട്? ഞാൻ നോക്കട്ടെ. വൺസ് മോർ ടൈം പ്ലീസ് എക്സ്പ്ലെയിൻ. ടൈം ഒന്നുമില്ല, നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് എഴുതിയാൽ മതി. നൈറ്റ് ലിങ്ക് ടൈം കിട്ടുമ്പോൾ എഴുതാം. ഓക്കെ. അപ്പം ഇന്ന് എഴുതേണ്ടത് ഹെൽത്തും ബോഡിയും ആണ്. നാളെ എഴുതേണ്ട ടോപ്പിക്ക് മൈ ഫാമിലി. ഫാമിലിക്ക് വേണ്ടിയാണ് എഴുതേണ്ടത്. ഇതെല്ലാവരും ചെയ്യണം. കാരണം ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യുന്ന ഓരോ ആൾക്കാരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ഇടണം, അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത് പറയണം. ഓക്കെ. മൂന്നാമത്തേത് മൈ ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം. പിന്നെ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്ന ഒരു ആളുണ്ടാവും, അല്ലേ? ഫസ്റ്റ് ഡേ ടോപ്പിക്ക് മൈ ഫാമിലി, മൈ ബോഡി ആൻഡ് ഹെൽത്ത്. സെക്കൻഡ് ഡേ മൈ ഫാമിലി. നിങ്ങൾക്ക് പേരൻസിനെ പറ്റി എഴുതാം, സിബ്ലിങ്സിനെ പറ്റി എഴുതാം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി എഴുതാം. ഓക്കെ. ഇനി അടുത്തത് പാർട്ട്ണർ. ഓക്കെ, ലൈഫ് പാർട്ട്ണർ. ലൈഫ് പാർട്ട്ണർ ഇല്ലാത്തവരെന്ത് ചെയ്യും മാം? ഇപ്പൊ ചോദ്യം വരും. ലൈഫ് പാർട്ട്ണർ ഇല്ലാത്തവര് പിന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി, ഏറ്റവും നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ സോൾമേറ്റ് അല്ല, നിങ്ങളുടെ ആ റിയൽ ഫ്രണ്ട് ഉണ്ടാവും, അല്ലേ? ചൈൽഡ്ഹുഡ് തൊട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എഴുതാം. അടുത്തത് മൈ ചാലഞ്ചസ് ആൻഡ് ലെസൺസ്. അതെല്ലാവർക്കും ഉണ്ടാവും, അല്ലേ? നമുക്കുണ്ടായ ചാലഞ്ചസ്, ഇന്ന സിറ്റുവേഷനിൽ ഇന്ന ചലഞ്ച് വന്നതുകൊണ്ട് എനിക്ക് ഇന്ന ഒരു സ്കില്ല് നേടിയെടുക്കാൻ പറ്റി, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആവാൻ പറ്റി. ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയരുത്. ഐ ആം പെർഫെക്റ്റ് ആൻഡ് ഹെൽത്തി ഓൾവേസ്, ആ രീതി പറയണം. അപ്പോൾ ഈ ഇഷ്യൂസ്, പ്രോബ്ലംസ് എന്നുള്ള വേർഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. ഓർഡർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഓർഡറിൽ ഒന്ന് ഗ്രൂപ്പിലിടുക കേട്ടോ. ആദ്യം ഏതാണ്, രണ്ടാമത് ഏതാണ്, മൂന്നാമത് ഏതാണ് എന്ന് ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിലിടണേ. ഞാൻ ഒന്നുകൂടെ ലാസ്റ്റ് പറയാം. അതിന് മുന്നേ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ്, പ്രോബ്ലംസ് എന്നുള്ളത് നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്യൂസ്, പ്രോബ്ലംസിന് പകരം ചാലഞ്ചസ് എന്ന് പറയണം. ഇനി തൊട്ട് കമൻ്റ് ഇടുമ്പം ഹെൽത്ത് ചാലഞ്ച്, മണി ചാലഞ്ച്, റിലേഷൻഷിപ്പ് ചാലഞ്ച് അങ്ങനെ വേണം ഇടാൻ. പ്രോബ്ലംസ് എന്ന് പറയരുത്, ഇഷ്യൂസ് എന്ന് പറയരുത്. ക്യാൻസൽ അങ്ങനെ എപ്പോഴും പറയരുത് എന്നല്ല, നമ്മളോട് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്ത് പോവും, അതൊന്നും കുഴപ്പമില്ല. റിപ്പീറ്റഡ് ആയിട്ട് പറയരുത്. ചിലവർ പറഞ്ഞുകൊണ്ടേയിരിക്കില്ലേ, ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഒരു 10 തവണ പറയും ഇഷ്യൂസ് ഇഷ്യൂസ് ഇഷ്യൂസ്, അല്ലേ? ക്യാൻസൽ.
ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ എത്ര പേര് ക്യാൻസൽ പറഞ്ഞു? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ വന്നവരൊക്കെ ശ്രദ്ധിക്കുക. അനീഷ ഹെഡ്സ് ഓഫ് എവിടെയാണുള്ളത്? ഹോസ്പിറ്റൽ ഡ്യൂട്ടീൻ്റെ ഇടയിലാണോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അനീഷ് സൈഫോൺ, എന്താണ് പേരെന്താണ് ആളുടെ? നിങ്ങളുടെ സ്വന്തം പേരിൽ കയറുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു മിനിറ്റ്, ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് നിങ്ങൾ എല്ലാവരുടെയും ഫേസ് നോക്കുക. കുറച്ച് ഡള്ളായിരിക്കും, കാരണം ക്ലാസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 7 days കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരുടെ ഫേസും ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ ഗ്ലോ വന്നിട്ടുണ്ടാവും, കുറച്ചുകൂടെ സ്മൈലി ഫേസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അതെ, മൈ ബോഡി ആൻഡ് ഹെൽത്ത്, മൈ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ടീവ് സിസ്റ്റം, മൈ ചലഞ്ചസ് ആൻഡ് സിറ്റുവേഷൻ, മൈ പാർട്ട്ണർ. ഇത്രയാണ് ഇപ്പം ഞാൻ തന്ന ടോപ്പിക്ക്. ബാക്കി മൺഡേ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇനി ഞാൻ ഇതാരാണ്? സനൂജ, എന്തെങ്കിലും പറയാനുണ്ടോ? റേസ് ഹാൻഡ് ഒന്ന് റിമൂവ് ചെയ്യാമോ? പറയാനില്ലെങ്കിൽ ഓക്കെ. ഞാൻ പേരൻസിനെ ഫോർഗിവ് ചെയ്ത് കഴിഞ്ഞാലേ കരിയറിൽ രക്ഷപ്പെടൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ. അതിൽ നിങ്ങൾ കമൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടോക്സിക് പാരൻറ്റിങ്ങിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് അവരുടെ തെറ്റല്ല, അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. ഈ ഫോർഗിവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് സാധാരണക്കാർക്ക് അറിയില്ല, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഒരാളെ ഫോർഗിവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയല്ല അത് ചെയ്യുന്നത്. എന്തിനാണ്? നമ്മൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ സ്റ്റക്ക് ഇമോഷൻസ്, സ്റ്റക്ക് എനർജി ഒക്കെ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിനെ ഫോർഗിവ് ചെയ്യണം. അവരുടെ മുന്നിൽ പോയിട്ട് പറയാണ് ഞാൻ നിങ്ങളെ ഫോർഗിവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരുന്നു, അങ്ങനെ ഒരിക്കലും പറയരുത്. അതല്ല ഫോർഗിവ്നെസ്. ഓക്കെ, അതെ സാൻഡ്ര കണ്ടിരുന്നു അല്ലേ? ഞാനും കണ്ടിരുന്നു. ഞാൻ ഓരോ നെഗറ്റീവ് മെസ്സേജ് നോക്കിയിട്ട് ഞാൻ ചിരിക്കാറാണ് ചെയ്യാറ്. കാരണം അത്രത്തോളം അവർക്ക് ട്രോമ ഉള്ളതുകൊണ്ടല്ലേ അവർ അത്രയും മെസ്സേജ് അങ്ങനെ ഇടുന്നത്. അപ്പം അവരെ തെറ്റല്ല അത്. ഞാനത് ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടില്ല ടീമിൻ്റെ അടുത്തൊന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ വെർബലി പോയിട്ട് ആരോടും സോറി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സോൾ ടു സോൾ കണക്ഷനിലാണ് ഫോർഗിവ് ചെയ്യുന്നത്. ഫോർഗിവ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ ക്ലിയർ ആവാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾസ് ഒക്കെ നമ്മളെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടും അറ്റ് ദ എൻഡ് നമുക്കൊരു ഇന്നർ പീസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും വേണ്ട, ഒരു സമാധാനം അല്ലേ? ഈ ഒരു ഭാരം ഇറക്കി വെക്കണ്ട. എത്ര കാലം ഈ ഭാരം കൊണ്ട് നടക്കും നമ്മൾ? ഈ പ്രഷർ കുക്കർ എത്ര കാലം തലയിലേറ്റ് നടക്കും? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടം വരും. അപ്പം നമുക്കറിയില്ല, ഒരു റീസണും ഇല്ല, വെറുതെ വിഷമം വരും. അപ്പോൾ ഈ ഉള്ളിൽ ഇത്രയും ക്ലട്ടർ ഉള്ളത് കൊണ്ടാണ്, ഇത്രയും നമുക്ക് വേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാർ തന്ന ഇമോഷൻസും, അത് മാത്രമല്ല നമ്മൾ കാരണം കുറേ ആൾക്കാർ വിഷമിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? നമ്മളൊരു വാക്ക് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ കൊണ്ടോ ചിലവർ വിഷമിച്ചിട്ടുണ്ടാവും. അപ്പം അതും നമ്മൾ ഫോർഗിവ് ചെയ്യണം. ഫോർഗിവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം, ഞാൻ കുറച്ച് മാറ്റങ്ങൾ പറയാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഫോർഗിവ് ചെയ്യാൻ തോന്നും. ഓക്കെ, ഇപ്പം എനിക്കൊന്ന് പെട്ടെന്നൊന്ന് ഫോർഗിവ്നെസ് ഒന്ന് പഠിപ്പിച്ചു തരുമോ മാം എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഇമോഷണൽ ഫ്രീഡം വേണം അല്ലേ? ഇമോഷണൽ ഫ്രീഡം കിട്ടും നിങ്ങൾക്ക്. അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറയുന്ന പോലെ ഇമോഷണൽ ഫ്രീഡം കിട്ടും. ഈ ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ വരാണ്ടാവും. നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം, ഇമോഷൻസ് നമുക്ക് കുറച്ചും കൂടെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് മൈൻഡ് ഒരു ലൈറ്റ് വെയ്റ്റ് ഫീലിംഗ്, ഒരു ഫെദർ ഫീലിംഗ് കിട്ടും നമുക്ക്. ഓക്കെ, പിന്നെ പീസ് ഓഫ് മൈൻഡ് കിട്ടും. ആങ്കർ, ദേഷ്യമൊക്കെ നന്നായിട്ട് മാറും. പിന്നെ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യും. കുറച്ചുകൂടെ നമ്മൾ ലവിങ് കൈൻഡ് ആവും. എല്ലാവരുടെയും കുറ്റം മാത്രം നമ്മൾ സ്പോട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന നമ്മൾ എല്ലാവരുടെയും നല്ല വശങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും.
അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം ഭയങ്കര നന്നായിട്ട് എന്താ കാര്യം, എൻ്റെ ഹസ്ബൻഡ് നന്നാവണ്ടേ, അല്ല എൻ്റെ ഭാര്യ നന്നാവണ്ടേ, അല്ല എൻ്റെ ചുറ്റുമുള്ളവരെ നന്നാവണ്ടേ എന്ന് വിചാരിക്കും. അവരുടെ കാര്യം നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾ ആദ്യം ബെസ്റ്റ് ആവുക. കാരണം നിങ്ങൾ പോസിറ്റീവ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ യൂണിവേഴ്സിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെക്കുകയല്ല. ഫൊർഗിവ് ചെയ്ത് നിങ്ങൾ പ്യുവർ ആവുന്ന സമയത്ത് ഈ പ്യൂരിറ്റി, പീസ്, ലവ്, ഇത്രയും ഫ്രീക്വൻസി നിങ്ങൾ, അല്ലെ ഹാപ്പിനെസ് പുറത്തേക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നിങ്ങളെ പേരൻസ് ആണെങ്കിലും ഇവരൊക്കെ നിങ്ങളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഇവരിലേക്കൊക്കെ ആ ഒരു ഫ്രീക്വൻസി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അവരുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ട, അവർ മാറും നിങ്ങളിലൂടെ. അടുത്തത് സ്ട്രെസ്സും ആങ്സൈറ്റിയും നന്നായിട്ട് കുറയും. നല്ല രീതിയിൽ ഇത് സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറഞ്ഞാൽ തന്നെ നമ്മൾ സക്സസ് ആയല്ലേ. കാരണം പാസ്റ്റിലെ സ്ട്രെസ്സിലും ഫ്യൂച്ചറിലെ ആങ്സൈറ്റിയിലുമാണ് നമ്മുടെ പ്രസന്റ് ലൈഫ്. എന്താണ്? പാസ്റ്റിലെ സ്ട്രെസ്സിലും ഫ്യൂച്ചറിലെ ആങ്സൈറ്റിയിലുമാണ് നമ്മുടെ പ്രസന്റ് ലൈഫ്. അപ്പോൾ പ്രസന്റ് എൻജോയ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. ആ കോർട്ടിസോൾ ലെവലൊക്കെ ഇമ്പ്രൂവ് ആവും, സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവുന്നതൊക്കെ കുറയും. കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടാൻ തുടങ്ങും. ഓവർ തിങ്കിങ് ഒക്കെ നന്നായിട്ട് കുറയും. കുറച്ചുകൂടെ ഫീൽ ലൈറ്റർ എന്നുള്ളൊരു അവസ്ഥയിലെത്തും. പിന്നെ സെൽഫ് ലവ്, സെൽഫ് വർത്ത് ആ ഒരു ഫീൽ കിട്ടും. കുറച്ചുകൂടെ സെൽഫ് റെസ്പെക്റ്റ് കൂടും, കോൺഫിഡൻസ് കൂടും. ഞാൻ കുറച്ച് സൂപ്പർഫിഷ്യലായി പെട്ടെന്ന് പറഞ്ഞു പോകാം, കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, സ്പിരിച്വൽ ഗ്രോത്ത് വരും, നമുക്ക് കുറച്ച് മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഇമോഷണൽ ബാഗേജ്, നമ്മളിങ്ങനെ കൊണ്ട് പേര് നടക്കുന്ന ഇമോഷണൽ ബാഗേജ് ഉണ്ടല്ലേ, എവിടെ പോയാലും നമ്മൾ വിചാരിക്കും ഈ സ്ഥലമാണ് എന്നെ മോശമാക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് പോകും, അല്ലെങ്കിൽ UK യിലേക്ക് മൈഗ്രേറ്റ് ആവും. പക്ഷെ UK പോകുമ്പം നമ്മളുടെ കൂടെ ഇമോഷണൽ ബാഗേജ് വരും അല്ലേ, നമ്മളെ കൂടെ ട്രോമ വരും. ഇത് എവിടെ പോയാലും ഉണ്ട്. ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ, പാർട്ട്ണറെ ചേഞ്ച് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഭർത്താവ് കാരണമാണ് ഞാനിങ്ങനെ, എനിക്ക് വേറെ നല്ലൊരു പാർട്ട്ണർ കിട്ടി എൻ്റെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആയേനെ അല്ലേ. പക്ഷെ അവിടെ പോകുമ്പോൾ ഇതിനേക്കാൾ വലുതായിരിക്കും. അവിടെ പോകുമ്പോഴും നമ്മൾ തന്നെ വീട് മാറും. ചില ആൾക്കാർ വാസ്തു ശരിയല്ല, കന്നിമൂല അല്ലേ, കിച്ചൺ ശരിയല്ല, എൻ്റെ വീട്ടിലെ ഈ വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് പ്രശ്നമാണ് അല്ലേ, ക്യാൻസൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വീട് മാറും. വീട് മാറിക്കൊണ്ടേ ഇരിക്കുന്ന എത്ര പേരാ എനിക്കറിയാമെന്നറിയോ? 8ഉം 10ഉം വീടുകളും ഇങ്ങനെ മാറും. പക്ഷേ മൈൻഡാണ് മാറ്റേണ്ടത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇന്നർ ചൈൽഡിനെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരിക്കലും നിങ്ങളുടെ ചെറുപ്പകാലത്തെ നിങ്ങളാണെന്ന്. ശരിയാണ്, ചെറുപ്പകാലത്തെ നിങ്ങൾ തന്നെയാണ്. പക്ഷേ ശരിക്കും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് കമ്പാഷൻ, എംപതി ഒക്കെ തോന്നാൻ തുടങ്ങും എല്ലാവരുടെ അടുത്തും. സെൻറ്റിമെൻറ്റ്സ് അല്ല, സെൻറ്റിമെൻറ്റ്സ് ടോക്സിക് ആണ്, അത് വഴിയേ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കുറച്ചുകൂടെ നിങ്ങൾക്ക് എനർജി, സെൽഫ് മോട്ടിവേഷൻ കിട്ടും. കുറച്ചുകൂടി നിങ്ങൾക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ ഈ ഇമോഷണൽ ബാഗേജ് ഇറക്കി വെച്ചാൽ തന്നെ നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി വരും അല്ലേ. നമ്മളെ വർക്കിൽ ഫോക്കസ് ചെയ്തിട്ട് മൈൻഡ്ഫുൾനെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളെ വർക്കിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പിന്നെ ഫോർഗിവ്നെസ്സിലൂടെ നമ്മൾ സെൽഫ് ലവ് കൂടുകയും ചെയ്യും. സെൽഫ് ലവ് ഈസ് ഈക്വൽ ടു മണി അട്രാക്ഷൻ. സെൽഫ് ലവ് ഈസ് ഈക്വൽ ടു മണി അട്രാക്ഷൻ. നമുക്ക് എത്രത്തോളം സെൽഫ് ലവ് ഉണ്ട് അത്രത്തോളം മണി നമ്മളെ തേടി എത്തിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ വരും ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഓരോ ക്ലാസ്സിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫോർഗിവ് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾ? ഫോർഗിവ് ചെയ്യാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ഉടനെയോ നാളെയോ ആയിട്ട് നിങ്ങൾ ഹൗ വാസ് ഇറ്റ്, ഹൗ ഡിഡ് യു ഫീൽ, എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? അടിപൊളിയായിരുന്നു. വെരി സൂപ്പർ. നല്ല വെരി ഗുഡ്, എക്സ്പീരിയൻസ് വെരി കിട്ടിയിരുന്നു. ഗുഡ്, ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു സോ മച്ച്. ആ Thank you. വിനീതൊക്കെ Thank you so ചിരിച്ചു much. കണ്ടു, വിനീതൊക്കെ ചിരിച്ചു കണ്ടു. ഓ മൈ ഗോഡ്, താങ്ക് യു. ഓക്കെ, Thank you so much. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഗുഡ് നിങ്ങൾ നൈറ്റ് മാം. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കാരണം കംപ്ലീറ്റ് മെഡിറ്റേഷൻ ഇരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഇടയിൽ വെച്ച് മുങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കാരണം നമ്മൾ എത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഹൈ വൈബ്രേഷനിൽ എത്തും. നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിയൽ ഫ്രീക്വൻസിയിലോട്ട് എത്താൻ പറ്റുക കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. എന്നെ വിശ്വസിച്ച് ഈ ക്ലാസ്സിലോട്ട് വന്നതിന് ഒത്തിരി നന്ദി എല്ലാവർക്കും. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം എന്നല്ല, ആണ്. ഓക്കെ, താങ്ക് യു മാം. അത്രയും കോൺഫിഡൻ്റ് താങ്ക് യു സോ മച്ച്. അത്രയും ഓക്കെ മാം. കോൺഫിഡൻ്റ് ആയിട്ട് ഞാനിത് താങ്ക് യു. പറയണമെങ്കിൽ താങ്ക് യു സോ മച്ച്. എന്താണ്, അത്രയും എല്ലാവർക്കും റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ ടെസ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആ മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മാം. ഞാൻ സാധാരണ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ പറയരുത്, ബിക്കോസ് മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും ഹൈ ഫ്രീക്വൻസിയിലാണ്. ഡൗട്ട് ആണ് അല്ലേ? ചോദിച്ചോ. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ മാം പറഞ്ഞത് ഫസ്റ്റ് ഡേ എഴുതേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്സ് ആണോ മാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്ക് അതൊന്ന് ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നാണ് ആദ്യത്തെ ടോപ്പിക് എഴുതേണ്ടത്, നാളെ രണ്ടാമത്തെ ടോപ്പിക്ക്, മറ്റന്നാൾ മൂന്നാമത്തെ. നാളെ രണ്ടാമത്തെ ടോപ്പിക് എഴുതുമ്പോൾ ഇന്ന് എഴുതിയതും നാളെ എഴുതണോ? കൂടെ കൂട്ടി ആഡ് ഓൺ വേണ്ട. ബിക്കോസ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഓൾറെഡി എഴുതാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഓരോ ദിവസം ഓരോ. ഓക്കെ, അപ്പൊ സനൂജ എന്താണ്, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ടില്ല മാം. ഞാൻ ഒത്തിരി മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇത്രയും ഫീലിംഗ് ഞാൻ ചെയ്യണത്. താങ്ക് യു സോ മച്ച്. സത്യം. താങ്ക് യു സനുജ. അനു എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഡൗട്ട് അല്ലാതെ. അയ്യോ, ഡൗട്ടല്ല. എന്താണ്, ഡൗട്ടാണോ? ഡൗട്ടായിരുന്നു. അല്ല, അനു പറയട്ടെ. അനു ആണ് ആദ്യം റേസ് ഹാൻഡ്. അനു പറയൂ. അനു ടീച്ചോ, അൺമ്യൂട്ട് ആൻഡ് സേ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ഫോർഗീവ് ചെയ്യേണ്ടവരുടെ നിങ്ങളുടെ ഇഷ്ടം. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നാളെ സ്റ്റാർട്ട് ചെയ്താലും മതി, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി ചെയ്യണം. ഓക്കെ, സന്ദീപ് എന്താണ് ഡൗട്ട്? പോയോ? ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. നമുക്കിനി ഗ്രൂപ്പിൽ കാണാം. ഗ്രൂപ്പിൽ എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ ആണ്. തേജസ് പറയൂ. ഒന്നുമില്ല മാം, താങ്ക് യു. താങ്ക് യു തേജസ്. താങ്ക് യു മാം. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ. Love you too. താങ്ക് യു മാം. Thank you. താങ്ക് യു മാം. താങ്ക് യു മാം.